നേരിട്ട് അവളെ കണ്ടു കഴിഞ്ഞാൽ അടിച്ചവളെ ചെറുക്കല്ലി ഞാൻ പൊട്ടിക്കും. നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. അതിനി ഏത് സഭയിലാണെങ്കിലും ഇനി എത്ര ആൾക്കൂട്ടത്തിലാണെങ്കിലും അവളുടെ പല്ലടിച്ച് ഞാൻ വാങ്ങി. എന്താ എന്റെ ഉദ്ദേശം? മാരേജ് കള്ള സർട്ടിഫിക്കറ്റ് ആണെന്നാണ് ഇപ്പം വീണ വന്ന് രംഗത്ത് വന്നേക്കുന്നത്. എന്താ ഉറക്കം വരുന്നു. ഈ രേണു എനിക്ക് തോന്നുന്നു ഈ അടുത്തൊരു ഇന്റർവ്യൂലൊക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ എന്താണ് കല്യാണം കഴിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അതൊരു ജെനുവിൻ ആയിരിക്കും, അതൊരു ഫേക്ക് ആണ്? ജെനുവിൻ സർട്ടിഫിക്കറ്റ് അല്ല. കള്ളം, പച്ചക്കള്ളം. വിശ്വസിക്കാൻ പറ്റിയ തെളിവുകൾ വല്ലതും ഉണ്ടോ? തെളിവുണ്ട്. എവിടെ? മാരേജ് സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുണ്ട്. അവർ മാരേജ് സർട്ടിഫിക്കറ്റ് ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവരൊരു മുന്നേ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. അതായത് 2010 മുതൽ ഇങ്ങോട്ട് മാരേജ് സർട്ടിഫിക്കറ്റ് വരുന്നത് എന്താ പറയുന്ന ഫോട്ടോസ് വെച്ചിട്ടുള്ള മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോ അത് ഇപ്പൊ ഉണ്ടാക്കിയത് ഒരു സർട്ടിഫിക്കറ്റ് ആണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പം പുള്ളിക്കാരത്തിയായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സർട്ടിഫിക്കറ്റ് ആണ്. ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണെന്ന്. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകള്ളെ. സിന്ധു അങ്ങനെ എന്തോ ഒരു പേരാണ് ചേച്ചി അന്ന് പറഞ്ഞത്. പുള്ളിക്കാരത്തി എന്നെ വിളിച്ചിട്ട് പുള്ളിക്കാരി കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അതായത് രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് വളരെ മോശമായിട്ടും വളരെ വൃത്തികേടായിട്ടും. ഈശ്വര, ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. ഏതായാലും നമ്മൾ വിചാരിച്ചോ നല്ല ഊളി ഞാൻ പുറത്ത് കേൾക്കാൻ പറ്റാത്ത രീതിയിലെ കാര്യങ്ങളാണ് അവർ എന്നോട് പറഞ്ഞത്. വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. അത് ശരി. അപ്പൊ ഇവിടെ ആർക്കും എന്നെ വിശ്വാസമില്ലേ? ഇല്ല. എങ്ങനെ വിശ്വസിക്കും? ശരി, എങ്ങനെ വിശ്വസിക്കും? പുറത്ത് കേൾക്കാൻ പറ്റാത്ത രീതിയിലെ കാര്യങ്ങളാണ് അവർ എന്നോട് പറഞ്ഞത്. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ പറയുന്നില്ല. ഈ സാധനങ്ങൾ ഉള്ളും എന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പോഴും കിടപ്പുണ്ട്. തമാശ കളിക്കരുത്. തമാശയല്ല, നീ കേട്ടതൊക്കെ സത്യമാണ്. ഈ സാധനങ്ങൾ ഉള്ളും എന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പോഴും കിടപ്പുണ്ട്. അതെ, കണ്ട കാര്യം നമ്മൾ പുള്ളി തന്നെ ഇരിക്കും. അല്ലെങ്കിൽ ഒരു മൈക്ക് സെറ്റ് വാടകയ്ക്കെടുത്ത് ആമി നാട് മുഴുവൻ പറഞ്ഞ നാട്ടിക്കും. അറിയാലോ എന്റെ സ്വഭാവം. പക്ഷെ അപ്പൊ വേണമെങ്കിലും എനിക്ക് ഫോൺ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും യൂട്യൂബേഴ്സിൽ അയച്ചു തരാം. എനിക്ക് ഇവളോട് ദേഷ്യമോ വാശിയോ വൈരാഗ്യം ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇതെടുത്ത് വേണമെങ്കിൽ ആർക്കാണെങ്കിലും കൊടുക്കാം. ഈ ഒരു സാഹചര്യത്തിൽ ആരാണെങ്കിലും ഇടും. കുത്തുന്ന വർത്താനം പറയാതെ ഞാൻ പറഞ്ഞൊക്കെ സത്യമാണ്. എന്തെങ്കിലും ഒന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നെ ചൊറിയാൻ വന്നു, ഞാൻ തിരിച്ചൊരാളിനെ വെച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. ഞങ്ങളെ ചൊറിഞ്ഞ ഞങ്ങളും ചൊറിയും. പിന്നെയും ചൊറിയാൻ വന്നാൽ ഞാൻ അതിന് പ്രതികരിക്കും. അണ്ടർവെയറിന് കടുങ്കെട്ട് വീണതുപോലെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ.